ഇപിയുടെ കട്ടൻ ചായയിൽ അങ്ങനെ തിരയിളക്കമാണ്. വിവാദ കൊടുങ്കാറ്റ് ഉയർത്തുന്ന തിരയിളക്കം. ഇപി പറയുന്നു, ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തൻ്റെ ആത്മകഥയിൽ എങ്ങനെ പരാമർശം വരും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരു തരത്തിലത് വാസ്തവമാണ്. ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആത്മകഥയിൽ എങ്ങനെ പരാമർശം വരും? എന്നാൽ പുറത്തു വന്ന ഇപിയുടെ ആത്മകഥയുടെ ഭാഗം എന്ന് പറഞ്ഞ് പുറത്തു വന്ന പേജുകളിൽ ഇക്കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുന്നുണ്ട്. സരിനെയും അതുപോലെ തന്നെ PV അൻവറിനെയൊക്കെ വിമർശിച്ചുകൊണ്ടും അവരുടെ ബാന്ധവം CPM എങ്ങനെ പ്രതികൂലമായി ബാധിക്കുമെന്നൊക്കെയാണ് EP പരാമർശിച്ചു പോകുന്നത്. അത് ഇന്ന് തന്നെ പുറത്തു വന്ന ചർച്ചയാകുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് EPയുടെ മറ്റൊരു വാദം. കാരണം ഇത് ആസൂത്രിതമാണ്. താനിപ്പോഴും ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ കുറച്ചു ഭാഗങ്ങൾ DTP എടുക്കാൻ കൊടുത്തിരുന്നു. താൻ മാതൃഭൂമിയുമായും DC ബുക്സുമായും സംസാരിച്ചിരുന്നു പ്രസാധനം സംബന്ധിച്ച്. എന്നാൽ ആർക്കും ഈ പുസ്തകം കൈമാറിയിട്ടില്ല, ആരുമായും ധാരണയിലെത്തിയിട്ടില്ല എന്നൊക്കെയാണ് EP പറയുന്നത്. EPയുടെ കട്ടൻ ചായയും അതുപോലെ തന്നെ പരിപ്പുവടയും ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ യൗവനകാലം മുതൽ SFI കാലം മുതൽ ഇന്നു വരെയുള്ള രാഷ്ട്രീയ വളർച്ചയും ഏറ്റക്കുറച്ചിലുകളും വളർച്ച താഴ്ചകളൊക്കെയാണ്. അതാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. പക്ഷേ അദ്ദേഹം പുസ്തകം എഴുതുമ്പോൾ ഇതിനകത്ത് CPM തന്നെ ബാധിക്കുന്ന ചില വിഷയങ്ങൾ ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹത്തെ എപ്പോഴും രാഷ്ട്രീയത്തിൽ പുതുവഴി വെട്ടി നടന്നുപോയ ഒരു വ്യക്തിത്വ നിലപാടുകളുള്ള നേതാവായിരുന്നു EP ജയരാജൻ. EP ജയരാജനെ P ജയരാജൻ കടന്നാക്രമിക്കുന്നു. അതുപോലെ EP ജയരാജൻ്റെ എല്ലാ സ്ഥാനമാനങ്ങളും നഷ്ടമാകുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ കോടിയേരി സഖാവിൻ്റെ മരണത്തോടുകൂടി പാർട്ടി സെക്രട്ടറി ആകുമെന്ന് കരുതിയിരുന്ന ആൾ പാർട്ടി സെക്രട്ടറി അല്ലാതെ ആകുന്നു. തന്നെക്കാൾ ജൂനിയറായ ഒരാൾ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി വരുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ EP ജയരാജൻ പല ഘട്ടങ്ങളിലും തഴയപ്പെട്ടിട്ടുണ്ട്. തഴയപ്പെട്ട EPയുടെ ആത്മകഥയാകുമ്പോൾ അത് ആരെയെങ്കിലുമൊക്കെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ആരെയെങ്കിലുമൊക്കെ കുത്തി നോവിക്കുകയും ചെയ്യുന്ന ഒന്നാകുമെന്ന് ചില കേന്ദ്രങ്ങൾക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് ആസൂത്രിതമായി പുറത്തിറക്കിയത്. EPയുടേതെന്ന പേരിൽ EP പറയുന്നത് തൻ്റെ പേരിൽ ഇറങ്ങിയത് വ്യാജ ആത്മകഥയുടെ ഭാഗങ്ങളാണ്. അത് DC ബുക്സിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്നാണ്. എന്നാൽ DC ബുക്സ് അവരുടെ ഔദ്യോഗിക പേജിൽ തന്നെ വ്യക്തമാക്കി EPയുടെ ആത്മകഥയായ കട്ടൻ ചായയും പരിപ്പുവടയും ചില നിർമ്മാണ സാങ്കേതികത, അതായത് അച്ചടി സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് കുറച്ച് ദിവസത്തേക്ക് കൂടി മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് DC ബുക്സിൻ്റെ കുറിപ്പ്. അതുപോലെ തന്നെ DC ബുക്സുമായി EP ജയരാജൻ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകളും അതുപോലെ തന്നെ വിവരങ്ങളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. ഏതായാലും EPയുടെ ആത്മകഥ പുറത്തു വരും. അത് ഏറെ കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്യും. ഇനി അറിയേണ്ടത് ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് ഗോതയിൽ വീണ്ടും EP ജയരാജനെ CPM ബദലായിട്ട് നിർത്തി. മുമ്പും ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് BJP നേതാവ് ജാവദേക്കർ അദ്ദേഹത്തെ കണ്ടതും BJP നേതാവ് തന്നെ കണ്ടുവെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞതും അങ്ങനെ കുറേ പ്രതിസന്ധികൾ പാർട്ടിക്ക് ഉണ്ടായതും. ഇപ്പോഴിതാ ഉപതെരഞ്ഞെടുപ്പുകളിൽ വയനാട്, ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം ചർച്ചയാകുമ്പോൾ അതും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ ചർച്ച പുരോഗമിക്കുമ്പോൾ ഏതായാലും അത് പാർട്ടി ബാന്ധവത്തിലെ വിള്ളലുകൾ വിളിച്ചോതുന്ന പുസ്തകം തന്നെയായിരിക്കും EPയുടേതെന്ന സൂചനയാണ് നൽകുന്നത്. തീർച്ചയായും EPയെ ഒരു പ്രതിപക്ഷ സ്ഥാനത്ത്, അല്ലെങ്കിൽ ഒരു വിമത സ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ആക്രമണമാണ് ചിലർ നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. EP പറയുന്നു, ഞാൻ വിമതനല്ല, പാർട്ടി ലൈനിൽ സഞ്ചരിക്കുന്ന ആളാണ്, തൻ്റെ പുസ്തകം എഴുതി തീർന്നിട്ടില്ല, എഴുതിയ ഭാഗം DTP എടുക്കാൻ കൊടുത്തത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അത് മാത്രമേ എനിക്കറിയാവൂ, ബാക്കി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും EP പറയുന്നുണ്ട്. ഏതായാലും വിവാദം കൊഴുക്കുകയാണ്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ കട്ടൻ ചായയിലെ കൊടുങ്കാറ്റും വിവാദവും ആളിക്കത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ CPM കാലിടറുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.